നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പരിശോധിച്ചാൽ യുദ്ധഭീഷണി ഉയർത്തിയ ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു അപകടകരമായ മാതൃക വ്യക്തമായി കാണും. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യത്തിൽ മാറിയത് യുദ്ധം ആദ്യം എന്ന നയമായി. ഇറാൻ എന്ന രാജ്യം വർഷങ്ങളായ അമേരിക്കൻ ഉപരോധങ്ങളും ഭീഷണികളും നേരിടുകയാണ്. എന്നാൽ ഉപരോധങ്ങൾ പരാജയപ്പെടുമ്പോൾ യുദ്ധക്കപ്പലുകൾ അയക്കുന്നതാണ് അമേരിക്കൻ ഭരണകൂടങ്ങളുടെ പതിവ് പ്രതികരണം. ഇത് ശക്തിയുടെ പ്രദർശനമല്ല, ഇത് നയതന്ത്രത്തിന്റെ പൂർണ്ണ പരാജയമാണെന്ന് പറയേണ്ടി വരും. ഇറാനെ ലക്ഷ്യമിട്ട് പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും യുദ്ധക്കപ്പൽ അയച്ച അമേരിക്ക വീണ്ടും യുദ്ധത്തിന് കോപ്പ് കൂട്ടി തുടങ്ങി. US നാവികസേനയുടെ US ഡെൽബർട്ട് ഡി ബ്ലാക്ക് ആണ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് മേഖലയിൽ പ്രവേശിച്ചതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇതോടെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഡിസ്ട്രോയറുകളുടെ എണ്ണം 6 ആയി. ഒരു വിമാനവാഹിനി കപ്പലും 3 ലിറ്റോറൽ യുദ്ധക്കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇറാനെതിരായ സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചത്. എന്റെ ആദ്യ ടൈമിൽ ഞാൻ സൈന്യത്തെ സജ്ജമാക്കി. ഇപ്പോൾ ഇറാൻ എന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇറാനിലേക്ക് ഇപ്പോൾ വലിയ ശക്തമായ യുദ്ധക്കപ്പലുകൾ അയച്ചിട്ടുണ്ട്. പക്ഷെ അവ ഉപയോഗിക്കേണ്ടി വന്നില്ല എങ്കിൽ നന്നായിരിക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ USS എബ്രഹാം ലിങ്കൺ നേരത്തെ തന്നെ ഇറാനെ ലക്ഷ്യമിട്ട് പുറപ്പെട്ടിരുന്നു. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളെ വഹിക്കുന്ന കപ്പലാണിത്. 70 മുതൽ 90 വരെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. പശ്ചിമേഷ്യ എന്ന മേഖല ഇതിനകം തന്നെ യുദ്ധങ്ങളുടെ ശവഭൂമിയാണ്. ഇറാഖ്, സിറിയ, യമൻ, അഫ്ഗാനിസ്ഥാൻ എവിടെയൊക്കെ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായോ അവിടെയൊക്കെ അവശേഷിച്ചത് തകർന്ന രാഷ്ട്രങ്ങളും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നിലവിളികളുമാണ്. ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കി യുദ്ധക്കപ്പൽ അയക്കുമ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന ഭീതി സ്വാഭാവികമാണ്. ഈ യുദ്ധത്തിന്റെ വില കൊടുക്കുക രാഷ്ട്രീയ നേതാക്കളോ ആയുധ നിർമ്മാതാക്കളോ അല്ല, സാധാരണ ജനങ്ങളാണ്. ട്രംപ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ഭീകരമാണ്. ഭീഷണി, വെറുപ്പ്, ശത്രുത ഇവയെല്ലാം രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്ന ഒരു നേതാവ്. ആഭ്യന്തരമായി വംശീയതയും വിദ്വേഷവും വളർത്തിയതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധോന്മാദം വളർത്താനുള്ള ട്രംപ് മടിച്ചില്ല. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ശക്തനായ നേതാവായി അഭിനയിക്കാൻ വിദേശ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയ തന്ത്രമാണ്. ഇറാൻ അതിന്റെ പുതിയ ഇര മാത്രമാണ്. യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം സുരക്ഷ കൊണ്ടുവരുമെന്ന അമേരിക്കൻ വാദം പൂർണ്ണമായും കപടമാണ്. യഥാർത്ഥത്തിൽ ഇത്തരം നീക്കങ്ങൾ സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെറിയ ഒരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. പശ്ചിമേഷ്യയിൽ ഒരു തീപ്പൊരി വീണാൽ അതിന്റെ പുക ലോകമാകെ പരക്കും. എണ്ണവില ഉയരും. ആഗോള സാമ്പത്തികം തകരും. മനുഷ്യാവകാശങ്ങൾ വീണ്ടും കാൽ കീഴിലാകും. ഇന്ന് ലോകത്തിന് ആവശ്യം യുദ്ധക്കപ്പലുകളല്ല, സംഭാഷണമാണ്. ഭീഷണികളല്ല, പരസ്പര ബഹുമാനമാണ്. ട്രംപിനെ പോലുള്ള നേതാക്കൾ ലോകത്തെ ഒരു ചെസ് ബോർഡായി കാണുമ്പോൾ അവിടെയുള്ള മനുഷ്യരെ അവർ മറക്കുന്നു. ഓരോ യുദ്ധക്കപ്പലും കടലിൽ ഇറങ്ങുമ്പോൾ സമാധാനത്തിന്റെ ഒരു വാതിൽ കൊട്ടിയടക്കപ്പെടുകയാണ്. അമേരിക്ക ഈ നയതന്ത്ര വിരുദ്ധ യുദ്ധോന്മാദം അവസാനിപ്പിക്കണം. ഇറാനോടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് മിസൈലുകളിലൂടെയോ യുദ്ധക്കപ്പലുകളിലൂടെയോ അല്ല, ചർച്ചകളിലൂടെയാണ്. ലോകം ഇനി ട്രംപിന്റെ യുദ്ധ രാഷ്ട്രീയത്തിന് കൈയടിക്കില്ല. സമാധാനം ഒരു ദൗർബല്യമല്ല, അത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് ഇന്നത്തെ ലോകത്തിന് തിരിച്ചറിവുണ്ട്. പശ്ചിമേഷ്യക്കിനെ രക്തസാക്ഷികളെ അല്ല, ശാന്തിയുടെ ശ്വാസമാണ് ആവശ്യം.